കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഫോക്കസ് 4.0യുടെ MSW 004 ഓക്കെ എന്ന് പറയുന്ന പേപ്പറാണ്. സോ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോ ആണ്. ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ് ഏതാണ്, ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഗൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ക്രാഫ്റ്റഡ് ടു എംപവർ ഇഗ്നോ MSW 004 സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാൻഡിഡേറ്റ്സ്. നിങ്ങൾക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറഞ്ഞാല്. നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേമിഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഹൈ പ്രോബിലിറ്റി ഏരിയാസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So our main objective is to help learners prioritize their effort, avoid aimless revision and gain confidence through targeted study strategies grounded in real exam data. സോ ഇവിടെ ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കിയാൽ നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ട്. ബ്ലോക്ക് ആൻഡ് ടോപ്പിക് വൈസ് സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിൽ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നു. അത് ഓൾസോ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെന്നാണ് നമ്മൾ നോക്കുന്നുണ്ട്. എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് പോയിട്ടുള്ളത്, എങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഓവർ റീസെന്റ് സെഷൻസിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, അതിന്റെ റിവ്യൂസും കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ്. ജൂൺ 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ വരുന്നത് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. മോക്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് 2021 തൊട്ട് 2024 വരെ ചെക്ക് ചെയ്താൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബ്ലോക്ക് 1ൽ നിന്നാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4 ആൻഡ് ഫൈനൽ ആണ് ബ്ലോക്ക് 3 വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ പോയേക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏതിൽ നിന്നാണ്? ബ്ലോക്ക് 1ൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 4, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 3. ഓക്കെ, ദെൻ ഹീറ്റ് മാപ്പ് സമ്മറി ബ്ലോക്ക് വേഴ്സസ് യൂണിറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്താ പറയാ, ഈ ഒരു കളർ കണ്ടില്ലേ, ഈ ഒരു കളർ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും ഡാർക്ക് കളർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏത് ഒരു ബ്ലോക്ക് എടുത്താൽ ആ ബ്ലോക്കിൽ തന്നെ ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് 1 എടുത്താൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? യൂണിറ്റ് 2, അതുപോലെ യൂണിറ്റ് 3യിൽ നിന്നാണ് ഏറ്റവും ഡാർക്ക് കളർ വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 1ൽ നിന്നും 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 4ൽ നിന്നും 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 5ൽ നിന്നും 2 ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോ ബ്ലോക്ക് 2 എടുത്താലോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഏത് യൂണിറ്റിൽ നിന്നാ? യൂണിറ്റ് 1ൽ നിന്നാണ്. അപ്പൊ ഒരു ഡാർക്ക് കളർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ യൂണിറ്റിലെ ടോപ്പിക്കുകളാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ആ ടോപ്പിക്ക് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെലവൻസ് എന്താണ്. ഇപ്പൊ ഒരു ബ്ലോക്കിൽ ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ ആ ടോപ്പിക്ക് 13 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടില്ലേ. അങ്ങനെ ബ്ലോക്ക് 1ല് യൂണിറ്റ് 4 എന്താ പറയാ 1 to 5 യൂണിറ്റ് എടുത്താൽ ഇതിലിപ്പം ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 13 തവണ ഈ പറയുന്ന ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഏത്? മൈഗ്രേഷൻ, സ്ട്രീം തിയറീസ്, കോഴ്സസ്. അപ്പൊ അതിന്റെ റെലവൻസ് ഹൈ ആയിരിക്കും.
അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള യൂണിറ്റുകൾ നോക്കിയാൽ യൂണിറ്റ് 2 നിന്ന് 11 തവണ വന്നിട്ടുണ്ട്. സോ റെലവൻസ് ഹൈ ആണ്. യൂണിറ്റ് 3 എടുത്താൽ 10 തവണ വന്നിട്ടുണ്ട്, ഹൈ ആണ് റെലവൻസ്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ 7 തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 5 എടുത്താലും 6 തവണ വന്നിട്ടുള്ളത്, മീഡിയം ആണ് റിലവൻസ്. ഇനി നമ്മൾ ബ്ലോക്ക് 2ലും 5 യൂണിറ്റ് ഉണ്ട്. അപ്പൊ 5 യൂണിറ്റിൽ നമുക്ക് യൂണിറ്റ് 1ഉം യൂണിറ്റ് 3യും ആണ് നമുക്ക് എന്താണ് ഹൈ റെലവൻസ് ആയിട്ട് പഠിക്കേണ്ട യൂണിറ്റുകൾ. യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 4 എന്ന് പറഞ്ഞാൽ മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ദെൻ യൂണിറ്റ് 5 ആണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ലോ ആണ് അവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോ ബ്ലോക്ക് 3 എടുത്താൽ എന്താണ്? ബ്ലോക്ക് 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാഫ് നോക്കിയപ്പോൾ ബ്ലോക്ക് 3 ആണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളും 1 to 4 യൂണിറ്റ് എടുത്താലും മീഡിയം ആണ് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള റിലവൻസ്. ഓക്കെ, അപ്പം അടുത്ത് നമുക്ക് ഇനി ബ്ലോക്ക് 4 എടുത്താൽ 1 തൊട്ട് 4 വരെയുള്ള യൂണിറ്റുകൾ ഉണ്ട്. സോ 1 തൊട്ട് 4 വരെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ യൂണിറ്റ് 1ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഹൈ റെലവൻസ് ആണ്. ബാക്കി 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീഡിയം റെലവൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ പറയുന്നത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള 3 ഹൈ yield ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1ലെ മൈഗ്രേഷൻ എല്ലാ ടേമിന്റെ എക്സാമിനേഷനിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Then urbanization and industrialization ബ്ലോക്ക് 1ല് യൂണിറ്റ് 2 and 3 അതാണ് വന്നിട്ടുള്ളത്. കൺസിസ്റ്റന്റ്ലി ഫീച്ചർ ചെയ്തിട്ടുള്ള മേജർ ആൻഡ് മൈനർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് സോഷ്യൽ ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് മോഡൽസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 ആണ്, യൂണിറ്റ് 1 and 3 ആണ്. അതും ഈ പറയുന്ന ഡെഫിനിഷൻസും ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയൊക്കെ വന്നിട്ട് എല്ലാ തവണയും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ഉണ്ട്, എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് വരുന്നുണ്ട്, ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഷോർട്ട് നോട്ട് വരുന്നുണ്ട്, ലിസ്റ്റ് അല്ലെങ്കിൽ ഇനൂമറേറ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് വരുന്നുണ്ട്. അപ്പം ഇതാണ് എക്സാം പാറ്റേൺ. എന്തൊക്കെയാ? എസ്സേസ് വരുന്നുണ്ട്, ഷോർട്ട് ആൻസർ വരുന്നുണ്ട്, ഷോർട്ട് നോട്ട് വരുന്നുണ്ട്, ലിസ്റ്റ് ഓർ ഇനോമറേറ്റ് വരുന്നുണ്ട്. എസ്സേ ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് ആയിട്ട് എഴുതണം. ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിലൂടെ താഴെ ലൈക് എക്സ്പ്ലനേഷൻസും അനാലിസിസും ആയിരിക്കും, മോഡറേറ്റ് ഡീറ്റെയിൽസ് മതിയാകും. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെപ്റ്റ് ആയിട്ടുള്ള ലോസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക, കൺസൈസ് ആയിട്ട്. ഒരു 100 to 150 വേർഡ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ ലിസ്റ്റ് ഓർ ഇനോമറേറ്റ് എന്ന് ചോദിച്ചാൽ പോയിന്റ്സ് ഔട്ട്ലൈൻ ചെയ്യുക. ഓക്കെ, ചില സമയത്ത് ഡെഫിനിഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇനിയും MCQസോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസോ കേസ് സ്റ്റഡീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടേമിന്റെ എക്സാമിനേഷനിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നമുക്കിനി ഫോർമാറ്റ് നോക്കിയാൽ എസ്സേ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ മാർക്ക് വരുന്നത് 15 to 20 ആണ്. വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 500 തൊട്ട് 600 ആണ്. ദെൻ ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 7 to 10 ആണ് ടിപ്പിക്കൽ മാർക്ക്. വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 250 to 350 ആണ്. ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ 4 to 5 മാർക്കാണ്. 80 to 120 ആണ് വേർഡ് കൗണ്ട് വരുന്നത്. ദെൻ ലിസ്റ്റ് ഓർ ഇനോമറേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 3 to 5 ആണ് ടിപ്പിക്കൽ മാർക്ക്. ആൻഡ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 60 to 100 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടോപ്പ് 4 ഫ്രീക്വന്റ് ഫോർമാറ്റ്. ഏത് ഫോർമാറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എസ്സേസ് ഓർ ലോങ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 15 to 20 മാർക്കിനാണ്. 500 to 600 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഡീപ്പ് ആയിട്ടുള്ള ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് വേണം, സിലബസ് നോളജ് വെച്ചിട്ട് വേണം എസ്സേസും ലോങ് ആൻസേഴ്സും എഴുതാൻ വേണ്ടി. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 7 to 10 മാർക്കാണ്. ഒരു 250 to 350 വേർഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റ് ആണ് ഷോർട്ട് ആൻസർ. അവിടെയും ക്ലാരിറ്റി വേണം, പ്രിസൈസ് ആയിട്ടുള്ള ഫാക്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി 4 to 5 മാർക്കാണ്. ഒരു 80 to 120 വേർഡ് കൗണ്ടിലാണ് ഷോർട്ട് നോട്ട് വരുന്നത്. കോൺസെപ്റ്റൽ ക്ലാരിറ്റി അല്ല, ലൈക്ക് ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി നിങ്ങൾ നോക്കണം. ലിസ്റ്റ് ഓർ ഇനോമറേറ്റ് എന്ന് പറയുമ്പം വെരി ഷോർട്ട് ആണ്. 3 to 5 മാർക്ക് വിത്ത് an expected 60 to 100 വേർഡ്സ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും.
അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് പെർ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 1 എടുത്താൽ 28 ആണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ലാസ്റ്റ് 5 ഇയർ എടുത്താൽ 28% ആണ് ഔട്ട് ഓഫ് 100 വരുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോഴത്തേക്കും 27, സോ 27% ഔട്ട് ഓഫ് 100. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ 22 ആണ് മാർക്ക്, 22% വരുന്നുണ്ട്. ബ്ലോക്ക് 4 എന്ന് പറഞ്ഞാൽ 23% ആണ്. ദെൻ ഷെയർ ഔട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 23% ആണ് അവിടെ വരുന്നത്. സോ ടോട്ടൽ 100 എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു 100%ലാണ് മൊത്തം ഇത് ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത്. ഏതൊക്കെ ബ്ലോക്കിലാണ് എങ്ങനെയൊക്കെയാണ് മാർക്കും കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഓരോ ഇയറിലും ചിലപ്പോ വന്നിട്ടുള്ള ഫോർമുല ഒരു 5 ഇയർ എടുത്താൽ ഇപ്പം എസ്സേസ് ഷോർട്ട് എസ്സേസ് ചോദിച്ചു. ഇപ്പം 2021 ഷോർട്ട് എസ്സേസ് എത്ര എണ്ണം ചോദിച്ചോ അത് തന്നെ ആയിരിക്കണം എന്നില്ല 2024 വരുമ്പോൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ സെയിം പാറ്റേൺ ആയിരിക്കണം ഫോളോ ചെയ്ത് വന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്ന ഡിസംബർ 2021 എസ്സേസ് കുറവ്, അതായത് ആ ഒരു ഡോട്ട് ലൈൻ കണ്ടോ, അത് ഡീവിയേറ്റ് ചെയ്ത് മേളിലേക്ക് എലവേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ജൂൺ 2022 വന്നപ്പോ. അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇൻക്രീസിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അത് ഡിക്ലൈൻ ആയി ഡിസംബർ 2022. പിന്നെ അത് പിന്നെയും കുറച്ചുകൂടെ ഡിക്ലൈൻ ആയിട്ടുണ്ട് ഡിസംബർ 2023 വരെ. അത് കഴിഞ്ഞിട്ട് ജൂൺ 2024 ഡിസംബർ 2024 എടുത്താൽ എസ്സേസ് സെയിം രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഒരു വെയിറ്റേജ് ക്വസ്റ്റ്യന്റെ. അപ്പൊ അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഒരു പാറ്റേൺ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഷെയർ ഹാസ് ഗ്രാജുവലി ഡിക്ലൈൻ 35%ൽ നിന്നും 30 ആയിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഷോർട്ട് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 20 to 32%. ഷോർട്ട് നോട്ട് സ്റ്റേബിൾ ആയിട്ടാണ് നിന്നിട്ടുള്ളത് 20 to 23% കൺസിസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് നോ എമർജൻസ് ഓഫ് കേസ് സ്റ്റഡി or MCQ ടൈപ്സ് പാറ്റേൺ റിമൈൻസ് ക്ലാസിക്കൽ ആൻഡ് സ്ക്രിപ്റ്റീവ്. ദെൻ പ്രിപ്പറേഷൻ ടിപ്പ് നോക്കിയാൽ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്, നിങ്ങൾക്ക് എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഒരു 3 മണിക്കൂർ എക്സാം ആണ്. ടോട്ടൽ 180 മിനിറ്റ് ആണ്, 100 മാർക്കിനാണ് വരുന്നത്. അപ്പൊ എസ്സേസ് ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 30% വെയിറ്റ് ആണ്. 27 മിനിറ്റ്സ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്താലും 54 മിനിറ്റ് വെച്ചിട്ട് എന്തിനും സ്പെൻഡ് ചെയ്യുക, എസ്സേസിന് സ്പെൻഡ് ചെയ്യുക. ഇനി ഷോർട്ട് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 18 മിനിറ്റ് വെച്ച് 54 മിനിറ്റ് എന്ത് ചെയ്യുക, അതിനും സ്പെൻഡ് ചെയ്യുക. ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ 7 മിനിറ്റ് വെച്ച് 5 ക്വസ്റ്റ്യന് 35 മിനിറ്റ് മൊത്തം സ്പെൻഡ് ചെയ്യാം. ദെൻ ലിസ്റ്റ് ഓർ ഇനോമറേറ്റ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 15% വെയിറ്റേജ് വരുന്നത്. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് കാണും, ഒരെണ്ണത്തിന് 5 മിനിറ്റ് എന്ന രീതിയിൽ നോക്കിയാൽ മൊത്തം ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. പിന്നെ റിസർവ് ചെയ്യാം നിങ്ങൾ ഒരു 50 to 20 മിനിറ്റ്സ്. ഫസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാൻ, ഏത് ഫസ്റ്റ് എഴുതണം, ഏതൊക്കെ അറിയാം, പെട്ടെന്ന് എന്തെങ്കിലും ആൻസേഴ്സ് മനസ്സിൽ ഓർമ്മ വരുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഫൈനൽ ദാറ്റ് യു ഹാവ് ടു റിവ്യൂ ദ എന്താ പറയാ ആൻസർ പേപ്പർ അല്ലെ. ഇഫ് യു ഹാവ് എനി കറക്ഷൻസ് ആൻഡ് ഓൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് സമയം മാറ്റി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ടോപ്പ് 10 recurring questions എന്ന് പറഞ്ഞാൽ the first one, explain the theories of migration, appearance count 8. Okay, 8 times വന്നിട്ടുണ്ട്. Then question 2, discuss the process and impact of urbanization with examples, appearance count 7. Critically examine sustainable development in the context of globalization, appearance count 7. Enumerate the directive principles of state policy and discuss their significance, appearance count 7. Describe the various models or theories of development, appearance count 7. Explain the rights and legal provisions for women in India, appearance count 6. Define social and human development, appearance count 6. Discuss the linkages between social work and human rights, appearance count 6. Write a short note on public interest litigation, PIL, appearance count 6. Explain the concept and importance of welfare economics, appearance count 5. ഇനി ഫ്രീക്വൻസി ടേബിൾ എടുത്താൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയറൻസ് 8 ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. അപ്പൊ 2-3 ക്വസ്റ്റ്യൻ എടുത്താൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നും ബ്ലോക്ക് 2 യൂണിറ്റ് 2 നിന്നുമാണ് ചോദിച്ചിട്ടുണ്ട്. രണ്ടിനെയും അപ്പിയറൻസ് 7 ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ബ്ലോക്ക് 3 യൂണിറ്റ് 1 7 ആൻഡ് ആവറേജ് മാർക്ക് 8 ആണ്.
Models or theories of development, Block 2, Unit 3, average mark 8. Rights or legal provisions for women, Block 4, Unit 1, 6 times ചോദിച്ചിട്ടുണ്ട്, average mark 8 ആണ്. സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 6 ആണ്, ആവറേജ് മാർക്കും 6 ആണ്. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എണ്ണം 6 ആണ്, ആവറേജ് മാർക്ക് 6 ആണ്. ഷോർട്ട് നോട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ബ്ലോക്ക് 4 യൂണിറ്റ് 4 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 6 ആണ്, ആവറേജ് മാർക്ക് 4 ആണ്. വെൽഫെയർ എക്കണോമിക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 3 ചോദിച്ചിട്ടുള്ള എണ്ണം 5 ആണ്, നമ്മുടെ മാർക്ക് 5 ആണ്. ഓക്കെ, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ പൈചാർട്ട് നോക്കിയാൽ ഇപ്പം മൊത്തത്തിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പം ഏത് നമ്മളുടെ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് എടുത്താലും ആ ഒരു 10 തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ഷെയർ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 42% റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് 10 ക്വസ്റ്റ്യൻസ്. ഇനി 58% ആണ് ബാക്കി അതർ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റജിക്കൽ അഡ്വൈസ് പാനൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഔട്ട്ലൈൻ യുവർ പോയിന്റ്സ് ഇൻ 5 minutes, then write a full answer in 12 to 15 minutes. Okay, so after writing, compare your response to model or sample answers, check for coverage of all parts, and revise structure for each question. Okay. അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. ഫോർമുല യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ എന്ത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 1 തിയറീസ് ഓഫ് മൈഗ്രേഷൻ പ്രോബിലിറ്റി 80 ആണ്, 80% അതിന്റെ പ്രഡിക്ഷൻ ചോദിക്കാനുള്ള പ്രോബിലിറ്റി. കാറ്റഗറി ഹൈ ആണ്, 10ൽ 8 തവണയും ഇത് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 2 എടുത്താൽ 70% കാറ്റഗറി ഹൈ ആണ്, 7 out of 10 ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുമ്പോൾ 70 ആണ് പ്രോബിലിറ്റി, കാറ്റഗറി ഹൈ ആണ്, ഫീച്ചേർഡ് ഇൻ 7/10 പേപ്പേഴ്സ്. ദെൻ നമ്മുടെ ബ്ലോക്ക് 3 എടുത്താൽ നമുക്ക് യൂണിറ്റ് 1ലെ ടോപ്പിക് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 70 പ്രോബിലിറ്റി, കാറ്റഗറി ഹൈ ആണ്. റേഷണൽ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് ഇൻ 7/10 ടേം എക്സാമിനേഷൻ. ഓക്കെ, അടുത്തത് നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് എന്താ പറയാ 3 എന്ന് പറയുമ്പോഴത്തേക്ക് മോഡൽസ് ഓർ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് 70% ആണ്, ഹൈ ആണ്, കവേർഡ് ഇൻ 7/10 പേപ്പേഴ്സ്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 വുമൻസ് റൈറ്റ്സ് ഓർ ലീഗൽ പ്രൊവിഷൻസ് 60, മീഡിയം അപ്പിയർ 6 ടൈംസ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 സോഷ്യൽ ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് 60 ടൈംസ് ആണ്, മീഡിയം ആണ്, 6 അപ്പിയറൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2ൽ നിന്നാണ് സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് 60, മീഡിയം ആണ് കാറ്റഗറി. ദെൻ 6/10 സെഷൻസും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 4 പബ്ലിക് ഇൻട്രസ്റ്റ് PIL 60, മീഡിയം ആണ്, 6/10 പേപ്പേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 3 വെൽഫെയർ എക്കണോമിക്സ് 50 ആണ്, മീഡിയം ആണ്, 5 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് മീഡിയം കാറ്റഗറി ആണ്, 40 ആണ്. ദെൻ 4/10 ആണ് റീസെന്റ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4 ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് മീഡിയം ആണ് കാറ്റഗറി, 4/10 സെഷൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ചൈൽഡ് റൈറ്റ് ഓഫ് ലീഗൽ 30, ലോ ആണ് കാറ്റഗറി, 3/10 ടൈംസ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 30, ലോ ആണ്, 3/10 ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻഇക്വാളിറ്റി 30 ടൈംസ് ആണ്, ലോ ആണ്, 3/10 സെഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഹയർ ദെൻ ഓർ ഈക്വൽ ടു 70 ആണെന്നുണ്ടെങ്കിൽ ഡീപ് റെഡിൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ കാണാം. മീഡിയം ആണെന്നുണ്ടെങ്കിൽ 40 to 69 ഓറഞ്ച് കളർ ആയിരിക്കും, ലോ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 40 യെല്ലോ കളർ ആയിരിക്കും. അതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അടുത്തത് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 5 എണ്ണം എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. തിയറീസ് ഓഫ് മൈഗ്രേഷൻ, അർബനൈസേഷൻ പ്രോസസ് ആൻഡ് ഇമ്പാക്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മോഡൽസ് ഓഫ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്ത സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ
ഫുൾ ലെങ്ത് ആൻസേഴ്സ് ആയിട്ട് എഴുതുക. റിഹേഴ്സ് എക്സാം സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസ് റീകോൾ വിത്ത് മൈൻഡ് മാർക്സ്. അടുത്ത ടയർ 2 മീഡിയം പ്രയോറിറ്റി ആണ്. വുമൻസ് റൈറ്റ്സ് ഓർ ലീഗൽ പ്രൊഫഷൻസ്, സോഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL, വെൽഫെയർ എക്കണോമിക്സ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, ടീച്ച് ബാക്ക് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക, PYQs ഒക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ചൈൽഡ് റൈറ്റ് ഓർ ലീഗൽ റൈറ്റ്, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി. സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും കൺസൈസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഫോക്കസ് ചെയ്യുക, ഹൈ മീഡിയം ടോപ്പിക്സുകളൊക്കെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ തിയറീസ് ഓഫ് മിറ്റിഗേഷൻ 8 ഓഫ് ലാസ്റ്റ് 10 ടേമിന്റെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 7/10 ടേമിന്റെ എക്സാമിനേഷൻസ് ആണ് ഡയറക്റ്റ് ആയിട്ടോ ഓൾട്ടർനേറ്റ് ആയിട്ടോ വന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ 7/10 ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ 7/10 ആണ്. ഏത് ഡയറക്ട്ലി ഓർ എസ് പാർട്ട് ഓഫ് ബ്രോഡർ കോൺസ്റ്റിറ്റ്യൂഷണൽ തീംസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ മോഡൽസ് 7/10 പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. വുമൻസ് റൈറ്റ് 6 ടൈംസ് വന്നിട്ടുണ്ട്. സോഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് 6 ടൈംസ് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് 6/10 ടൈംസ് വന്നിട്ടുണ്ട്. PIL എന്ന് പറയുമ്പോഴത്തേക്കും 6 ടേമിന്റെ എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 10 വെൽഫെയർ എക്കണോമിക്സ് പ്രസന്റ് ഇൻ 5 ഓഫൻ ആസ് എ മൈനർ എസ്സേ ഷോർട്ട് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ 4 പേപ്പറിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് 10ൽ 4 തവണ വന്നിട്ടുണ്ട്. ചൈൽഡ് റൈറ്റ് ലോ ആണ്, 3 സെഷൻസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 3/10 വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ആ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ സപ്ലിമെന്ററി. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 3/10 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് 3 മണിക്കൂർ എക്സാം ആയിരിക്കും. 100 മാർക്കിനാണ്. ജൂൺ 2025 എന്താണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ ആൻസർ എനി ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 600 വേർഡ്സ് ആണ്. A or B നിങ്ങൾ എന്ത് ആൻസർ ചെയ്യാം. ഇതിപ്പം A ക്വസ്റ്റ്യൻ എടുത്താൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 തിയറീസ് ഓഫ് മൈഗ്രേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത് നോക്കിയിട്ട് എന്ത് ആൻസർ ചെയ്യാം. ഇനിയിപ്പം നമ്മൾ B സെക്ഷൻ എടുത്താൽ ബ്ലോക്ക് 2 യൂണിറ്റ് 2 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്നുമാണ് എന്ത് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നമ്പർ ബിയും വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പോർഷൻ റെഫർ ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാം. Then question number 2 answer any of the following in about 600 words. അത് തന്നെ സെയിം ആണ്. A or B നിങ്ങൾ എന്ത് ആൻസർ ചൂസ് ചെയ്യാം. A എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, B എവിടെ ഏത് പാർട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 എടുത്താൽ ആൻസർ any of the 2 following questions in about 300 words each ആണ്. അപ്പൊ എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി ഡ്രോയിങ് ഓൺ ദ കമ്പാരിറ്റീവ് ഡേറ്റ ബിറ്റ്വീൻ 2 cities below. അത് ഒരു ക്വസ്റ്റ്യൻ. B എന്ന് പറയുമ്പോൾ റിവ്യൂ ദ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ്, ലീനിയർ ഡിപെൻഡൻസി ആൻഡ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഇലസ്ട്രേറ്റ് ഈച്ച് വിത്ത് എ റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ ഇന്ത്യൻ കേസ് എക്സാമ്പിൾ. ബ്ലോക്ക് 2 യൂണിറ്റ് 3 നിന്നുമാണ് വന്നിട്ടുള്ളത്. അടുത്ത C, ഓപ്ഷൻ C, ഡിസ്കസ് ദ റോൾ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് litigation PIL in promoting human rights for disabled persons. Refer to the provided Supreme Court case summary. Block 4 Unit 4, Block 4 Unit 2. ഇത്രയും നിന്നുമാണ് നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് 4 യൂണിറ്റ് 1 വുമൻസ് റൈറ്റ് ഓർ ലീഗൽ പ്രൊവിഷൻസിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ക്രിട്ടിക് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 in rural areas based on the provided case statistics data. Out of 150 complaints filed in district question 2023, only 40% resulted in court orders. Lack of follow-up observed in 25% of resolved cases. അതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അടുത്ത ആൻസർ ഇനി 4 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, A to F 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ 6 ക്വസ്റ്റ്യനിൽ നിന്നും എത്ര നിങ്ങൾ ചൂസ് ചെയ്യണം? 4 ചൂസ് ചെയ്യണം. ഇപ്പൊ A എടുത്താൽ സമ്മറൈസ് 2 key determinants of migrations with reference to rural urban day shift data. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. അടുത്തത് ലിസ്റ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 വെൽഫെയർ എക്കണോമിക്സ് മെഷേഴ്സ് റെലവെന്റ് ടു ചൈൽഡ് ഹെൽത്ത് യൂസിംഗ് ദ ഡേറ്റ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 3 യൂണിറ്റ് 3 വെൽഫെയർ എക്കണോമിക്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് C to F വരെ എടുത്താൽ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ട്. സോ ഔട്ട് ഓഫ് ദീസ് 6 questions you have to pick 4. ഓക്കെ, എന്നിട്ട് ഉത്തരം എഴുതുക. ഇനിയിപ്പം നമുക്ക് 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 300 വേർഡ്സിൽ എഴുതേണ്ടത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക അല്ലെ. ടോപ്പിക്സ് വന്നിട്ടുണ്ട് അല്ലെ. റൂറൽ അർബൻ ഡിക്കോട്ടമി, സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ,
development, environment debate, demographic transition theory, role of social worker in legal aid, marginalization of work, ലോ ഓൺ ഡൗറി. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി റെഫർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ആൻസർ എഴുതാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് മാക്സിമം എന്ത് ചെയ്യുക, 2 times എങ്കിലും പ്രാക്ടീസ് എക്സാമിന് പോകുന്നതിന് മുന്നേ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പം ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് പഠിച്ചാൽ പോലെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നന്നായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ആൻഡ് വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം.